ഇത്തവണ SSLC അല്ലെങ്കിൽ +2 മാർക്ക് കുറഞ്ഞെന്ന് വേവലാതിപ്പെടുന്നവർ അറിയുന്നതിന് വേണ്ടിയാണ്, അവർ കേൾക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ കൂടെ +2 പഠിച്ച ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ഈ അടുത്ത് കണ്ടപ്പോൾ ജോലി വിവരങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം UAE എല്ലാ എമിറേറ്റ്സിലും ബ്രാഞ്ചസ് ഉള്ള, ദുബൈയിലും ഷാർജയിലും റാസൽ ഖൈമയിലും അജ്മാനിലും എല്ലായിടത്തും, അബുദാബിയിലും എല്ലായിടത്തും ബ്രാഞ്ചസ് ഉള്ള, UAEക്ക് പുറത്ത് ഒമാനിലും ബഹ്റൈനിലും കുവൈത്തിലും ഓൾമോസ്റ്റ് GCC കൺട്രീസ് ആയ ഖത്തർ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ബ്രാഞ്ചസ് ഉള്ള ഒരു വലിയ കമ്പനിയുടെ ചീഫ് അക്കൗണ്ടന്റിന് തൊട്ട് താഴെ, അതായത് സെൻട്രലൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം, സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ഉള്ള ഒരു കമ്പനിയുടെ ചീഫ് അക്കൗണ്ടിന് തൊട്ട് താഴെ ജോലി ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ ഉയർന്ന സോഷ്യൽ സ്റ്റാറ്റസ് ആയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫാമിലിയും ഒക്കെ അവിടെ ദുബൈയിൽ സെറ്റിൽഡ് ആണ്. അപ്പോ എനിക്കൊരു സംശയം, ഇദ്ദേഹം +2 അക്കൗണ്ടൻസിയിൽ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. എക്സാം എഴുതിയാണ് അക്കൗണ്ടൻസി പാസ്സായ ഒരാള് ചീഫ് അക്കൗണ്ടിന്റെ തൊട്ട് താഴെ തസ്തികയിൽ ഒരു വലിയ കമ്പനിയിൽ, ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്ന് അറിയുമ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെ സാധിച്ചു ഇത് എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം കമ്പനിയുടെ ഇന്റർവ്യൂ വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇന്റർവ്യൂ പെർഫോം ചെയ്തു. സ്വാഭാവികമായിട്ടും കമ്പനി കൂടുതൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തില്ല. അദ്ദേഹത്തിന് ജോലി ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും അത്ഭുതപ്പെടുകയാണ്. ജോലി ലഭിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അക്കൗണ്ട്സിലൊക്കെ, ഇത്രയും വലിയൊരു കമ്പനിയിലെ അക്കൗണ്ട്സിലൊക്കെ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന്റെ ജോലി ടാസ്ക്, കാരണം അക്കൗണ്ട്സ് അറിയാത്ത ഒരാളെ അക്കൗണ്ട്സ് വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ട് അറിയാമല്ലോ, അതെങ്ങനെ സാധിച്ചു? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പോസ്റ്റിൽ കയറിയത് ഒരു അക്കൗണ്ട്സ് ട്രെയിനി ആയിട്ടായിരുന്നു. അപ്പോൾ ആ സമയം മുതൽ അദ്ദേഹം ഇത് പഠിക്കൽ അദ്ദേഹത്തിന്റെ ഒരു ആവശ്യകതയായി തോന്നി. വളരെ താല്പര്യത്തോട് കൂടിയിട്ട് ഈ ഒരു കാര്യത്തെ സമീപിച്ചപ്പോൾ നല്ല രീതിയിൽ അദ്ദേഹത്തിന് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ പഠിച്ചെടുക്കുവാൻ കഴിഞ്ഞു, നല്ല രീതിയിൽ പെർഫോം ചെയ്യുവാൻ കഴിഞ്ഞു, ജോലിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞു. അക്കൗണ്ടിങ് ഒക്കെ വളരെ എളുപ്പമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് ഈ ജോലി ലഭിച്ചതിന് ശേഷം പഠിച്ചപ്പോഴാണത്രേ. നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിന് ഇതിന്റെ ആവശ്യം തിരിച്ചറിഞ്ഞ് അദ്ദേഹം പഠനം തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ കൂടെ വലിയ രീതിയിൽ വലിയ മാർക്കിലൊക്കെ പാസ്സായ ആളുകൾ ഇപ്പോഴും നല്ല ജോലിയിലൊന്നും എത്താൻ കഴിയാത്ത, നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ കഴിയാത്ത ആളുകളും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ്. തിരിച്ചറിവ് ഉണ്ടായി അതിനുശേഷം നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റും. അപ്പോൾ ഇത്തവണ SSLC +2 മാർക്ക് കുറഞ്ഞ് നിരാശപ്പെട്ടിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാവുക. ഈ തിരിച്ചറിവുണ്ടായി നിങ്ങൾ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്ത SSLC കഴിഞ്ഞ ആളുകൾ ഇനി ചെയ്യേണ്ടത് +2 ആണ്. +2 കഴിഞ്ഞ് തുടർന്ന് പഠിക്കുന്നവർ, ഡിഗ്രി പഠിക്കുന്നവരുണ്ടാവും, എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരുണ്ടാവും, പല മേഖലയിൽ നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകൾ, അങ്ങനെ പല മേഖലയിലേക്ക് ഇനി തിരിച്ച് പോകുന്നവരുണ്ടാവും. അത്തരത്തിൽ പല കോഴ്സുകൾ പഠിക്കുന്നവരുണ്ടാവും. ഇവർക്ക് ഈ തിരിച്ചറിവുണ്ടായി വളരെ നേരത്തെ തന്നെ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ മാർക്ക് കുറവൊക്കെ ഒരു പഴങ്കഥയാവും. നിങ്ങൾക്ക് പുതിയ ചരിത്രം സൃഷ്ടിക്കാനുണ്ടെന്നുള്ള തിരിച്ചറിവ്, ബോധ്യം വന്ന് ഇനിയെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കരിയർ സക്സസ് ഉണ്ടാവും. ഇന്ന് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരെല്ലാം അത് മറന്നുപോകും. അത്തരത്തിൽ വലിയൊരു റിസൾട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഗുണപ്രദമായി തോന്നിയെങ്കിൽ, നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടായെങ്കിൽ നിങ്ങൾ ആ തിരിച്ചറിവ് ഇവിടെ കമന്റുകളായി രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.